സ്പോട്ട് ലൈവ് തുടരുന്നു. വയനാട് പയ്യമ്പള്ളി പടമലയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്ന വീണ്ടും കാടിറങ്ങി. രാവിലെ മാനിവയലിലെ വനപ്രദേശത്ത് നിലയുറപ്പിച്ച ആന പനവലി റസൽകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ആനയെ പിടികൂടാനുള്ള ദൌത്യം 5ാം ദിവസവും പുരോഗമിക്കുകയാണ്. അതിനിടെ അച്ഛനെ കൊലപ്പെടുത്തിയ ആന വീണ്ടും എത്തുമെന്ന് ഭയമുണ്ടെന്ന് അജീഷിന്റെ മകൾ അൽന പറഞ്ഞു. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്നും ആ പെൺകുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതുങ്ങൾക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അതുങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അതുങ്ങൾക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത് അതുങ്ങളെ പരിപാലിക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നോളൂ. നാട്ടിലേക്ക് ഇറങ്ങാതെ അതുങ്ങൾ സൂക്ഷിച്ചോളൂ. അവർക്കുള്ള ഭക്ഷണം കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കാട്ടിൽ ഈ ഭക്ഷണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഈ വയനാട് എന്ന് വെച്ചാൽ മുക്കാലോളം ഇല്ലി പാനങ്ങളാ, ഇല്ലിങ് കൊണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കർണാടക, തമിഴ്നാട് അവിടെയൊന്നും ഇല്ലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത് ഇല്ലിയൊക്കെ കഴിക്കുക. അവിടെ ഫുഡ് മൊത്തം ഇല്ലിയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരല് കൂടുതൽ. എന്റെ മനസ്സ് പറയുന്നത് കടുവേന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോ എല്ലാരോടും ഡാഡി അറിഞ്ഞ എല്ലാ മെസ്സേജൊക്കെ ഇട്ടത് ഇവിടെ കടുവയുണ്ട് അങ്ങനെയാ, അതുകൊണ്ട് ആരും പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഡാഡി എല്ലാ സംവിധാനമൊക്കെ ചെയ്തു കൊടുത്ത ഫോറസ്റ്റ് ഫുഡും വെള്ളമൊക്കെ ഡാഡി ഏർപ്പാട് ചെയ്തിരുന്നു. ഡാഡി പടമലേന്റെ ഒരു തൂണാന്ന് എല്ലാരും പറയാറ്. ഡാഡി ഇല്ലെങ്കിൽ പടമല ഇല്ലാതെയായ കണക്കാന്ന് എല്ലാവരും. എന്ന് വെച്ചാൽ പടമലയിൽ എല്ലാ പണിക്കും, ലോഡ് പണിക്ക് പോലും ഡാഡി അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയി നടക്കും. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണം വീട്ടിൽ പോയി ഫുഡിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. എല്ലാം ചെയ്തിട്ട് ഡാഡി വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഫോറസ്റ്റ് വണ്ടി ആളെ കൊണ്ടുപോകുന്ന കണ്ടു, ആരാ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ആ വണ്ടി പോകുന്ന ചേട്ടൻ്റെ മേത്ത് മൊത്തം ചോരയാന്ന് പറഞ്ഞു. ഡാഡിയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഇവൻ അതിന് ആനയാന്ന് അറിഞ്ഞ പാട് ഇവൻ ഓടി വീട്ടിലേക്ക്. ഞാനും എൻ്റെ താഴെയുള്ള ചേച്ചിയും കൂടി വന്നപ്പോൾ ഞങ്ങളോട് ആ ചേച്ചിനൊരു ചേട്ടൻ പറഞ്ഞു, പഞ്ചിലച്ചിന് ആന തട്ടി, സീരിയസ് ആന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഡാഡി എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ആന വന്നു, ആനേന്റെ പുറകെ പോയതാന്ന് പറഞ്ഞു. ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ ഇവിടെ ഇറങ്ങി ചോദിച്ചപ്പോൾ ചെറിയ ചെറിയ മുറിവേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അങ്ങനെ ആശ്വസിച്ചിരുന്നപ്പോൾ പിന്നെ സിസ്റ്റേഴ്സ് വന്നപ്പോൾ സിസ്റ്റേഴ്സാ പറഞ്ഞു ഞങ്ങളോട് പോയി എന്നുള്ള കാര്യം. എനിക്ക് പോയത് പോയി, ഇനി എനിക്കത് കിട്ടൂലല്ലോ ആര് വന്നാലും. നഷ്ടപരിഹാരത്തിലും കാര്യമൊന്നുമില്ലല്ലേ, ആളുകൾ ഇനി പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. MS അനീഷ് കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. അനീഷിനോട് അന്ന എന്ന പെൺകുട്ടി ഏറെ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയുണ്ട്, പക്ഷെ അവൾ ഇപ്പോഴും വളരെ ധൈര്യത്തോടു കൂടി ആ വയനാട്ടിലെ നാട്ടുകാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ്. അവിടെ ഇനി ഈ കാട്ടാന വരാതിരിക്കാൻ വേണ്ടി, വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി ശക്തമായ നടപടി വേണമെന്ന് ഒരു പോരാളിയുടെ ശബ്ദത്തിൽ, ഉറച്ച ശബ്ദത്തിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും 5 ദിവസം പിന്നിടുമ്പോഴും കാട്ടാനയെ പിടികൂടാൻ കഴിയുന്നില്ല. അതിന്റെ വനംവകുപ്പിന്റെ വനപാലകരുടെയൊക്കെ നീക്കങ്ങൾ എങ്ങനെയാണിപ്പോൾ? ടോം, കഴിഞ്ഞ 5 ദിവസമായി ദൗത്യസംഘം തെരച്ചിൽ നടത്തുന്നെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് താഴെ, എനിക്ക് ഏതാണ്ട് 50 മീറ്റർ താഴെ ഒരു കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് സമീപം കാണുന്ന കുളത്തിൽ ഇത്രയും നേരം ഒരു കാട്ടാന കുളിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് 3 കാട്ടാനകളാണ് എൻ്റെ വെളിപ്പാടകലെ സത്യത്തിൽ ഒരു 50 മീറ്റർ മുന്നിൽ ഉള്ളത്. ആ മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്നത് ഒരു 2 വലിയ ആനയും ഒരു കുട്ടിയാനയുമുണ്ട്. അവർ കുളി കഴിഞ്ഞിപ്പോൾ അപ്പുറത്തേക്ക് പോയതേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. കാരണം അവിടെ കാട്ടിൽ നിൽക്കുമ്പോഴും മറുവശത്ത് നമ്മൾ നിൽക്കുമ്പോൾ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഇവിടുത്തെ നിരന്തരമുള്ള സ്ഥിരമായി വരുന്ന കാട്ടാനകൾ കാണിക്കുന്നില്ല എന്നതാണ്. പക്ഷേ ബേലൂർ മഗ്നയെ പോലുള്ള കലാപകാരികളായ അല്ലെങ്കിൽ അങ്ങേറ്റം പ്രകോപനകാരികളായ ആനകളാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത്. നേരത്തെ ആ പെൺകുട്ടി നമുക്ക് തന്ന അഭിമുഖത്തിൽ ആ കുട്ടി അത് പറയുകയും ചെയ്തു. കാര്യം വയനാടുള്ള ആനകൾ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആനകളല്ല. കൃഷിയിടത്തിലും മറ്റുമൊക്കെ എത്തി ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ആനയല്ല എന്ന് പറയുന്നു. മറുവശത്ത് നമുക്ക് ആ കുളത്തിന് അപ്പുറത്ത് നോക്കിയാൽ മാൻകൂട്ടങ്ങളെ കാണാൻ കഴിയും. മാൻകൂട്ടങ്ങൾ ഈ വൈകുന്നേരം സമയം ആകുമ്പോൾ വെള്ളം കുടിക്കാനായി ഈ കുളത്തിലേക്ക്, ജലാശയത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. 3 ആനകളും മാൻകൂട്ടവും കൃത്യമായി നമുക്ക് അവരെ ഇവിടെ നിന്നും കാണാൻ പറ്റും. നമ്മുടെ വെളിപ്പാട് അകലെയാണ് ഈ
ആനക്കൂട്ടം നിൽക്കുന്നത്. പക്ഷേ ഈ മനുഷ്യന്റെ ശബ്ദം കേട്ടാലോ വാഹനങ്ങളുടെ ശബ്ദം കേട്ടാലോ ആനക്കൂട്ടങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. കുറച്ചുകൂടി അപ്പുറത്ത് നിന്നാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആനയെ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നേരത്തെ ഏതാണ്ട് അരമണിക്കൂറോളമായി ഞങ്ങൾ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. ആനയുടെ കുളി അല്ലെങ്കിൽ ആന അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആനയെ ഇപ്പോൾ കാണാം. ടോം, ആനയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. തൊട്ട് താഴെയാണ്. എനിക്ക് തോന്നുന്നത് ഇനിയും അതിന്റെ ചിന്നംവിളി ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ ഇനി കാട്ടിലൂടെ ഓടുന്നത് കാണാം. അനീഷെ, ബേലൂർ മഗ്ന ഈ സ്ഥലത്തുണ്ട് എന്ന് തന്നെ ഒരു നിഗമനത്തിലാണോ വനംവകുപ്പുള്ളത്? അനീഷ്, ബേലൂർ മഗ്ന ഏറ്റവും ഒടുവിൽ ഒരു തോട്ടത്തിലേക്ക് എത്തിയെന്നാണ് കൃത്യമായി വിവരം കിട്ടിയത്. രാവിലെ മാനുവേൽ എന്ന സ്ഥലത്തായിരുന്നു റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത്. അതിനുശേഷമാണ് ഒരു റസാക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ ആ തോട്ടത്തിലേക്ക് ആന പോയത്. പക്ഷേ പേരിൽ തോട്ടം എന്ന് ആണെങ്കിൽ പോലും വലിയ കാടാണ്. കാരണം പരിചരണങ്ങളില്ലാതെ വളരെ വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു തോട്ടം, സർക്കാരിന്റെ മിച്ചഭൂമിയൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ മരങ്ങളും വലിയ കാടുകളും ഈ കൊങ്ങണിക്കാടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത്. അതുകൊണ്ട് തന്നെ പിടിക്കുക എന്ന ദൗത്യം ഇപ്പോഴും ദുഷ്കരമായി തുടങ്ങുന്നു. പക്ഷേ ഈ കാടിന്റെ അത്രയും വലിപ്പമില്ലാത്ത ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തേക്കെങ്കിലും ഒരു ശ്രമം വിജയിപ്പിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം സംഘത്തിനുണ്ട്. പക്ഷേ എത്രത്തോളം ആ ശ്രമം വിജയകരമാവുമെന്ന് പറയാൻ കഴിയില്ല. വളരെയധികം നേരം ഈ അത്തരം ഇടങ്ങളിൽ തങ്ങിയാൽ പിന്നീട് കാട്ടിലേക്ക് തന്നെ അത് ഉൾവരിയാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ ആ വശത്ത് പുരോഗമിക്കുകയാണ്. മറുവശത്ത് അതിനൊപ്പം ഉണ്ടായിരുന്ന ഒരു മോഴയാനയുണ്ട്. മോഴയാന രാവിലെ മുതൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ റേഡിയോ കോളർ സിഗ്നലുകളിൽ ആ മോഴയാന ലഭിക്കാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആനയുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് വനംവകുപ്പ് പറയുന്നുമില്ല. ഇന്നലെ ഈ കാട്ടിൽ ദൗത്യത്തിന് പോയ സംഘത്തെ ഈ മോഴയാന ആക്രമിക്കാനായി വരികയും വനംവകുപ്പ് അവിടെ പടക്കം പൊട്ടിക്കുകയും അല്ലെങ്കിൽ വെടിശബ്ദം വെച്ച് ഈ ആനയെ പറഞ്ഞയക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. എന്തായാലും ആ വശത്ത് ആ രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വനംവകുപ്പിന് തലവേദനയാണ്. കാരണം മറുവശത്ത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വലിയ പന്തംകൊളുത്തി പ്രകടനവും മറ്റുമൊക്കെ ഈ അജിയുടെ വീടിന് സമീപം നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉയർന്നു തന്നെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആനയെ പിടികൂടാൻ വൈകിയാൽ, കാരണം നാളെ ഹജ്ജ് മരിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച തികയുന്ന ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട മതപരമായ ചടങ്ങുകൾ 7ാം ദിവസം ഉണ്ട്. ആ സമയത്ത് പോലും ഈ ആനയെ പിടികൂടാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ കുടുംബം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന ചില വിവരങ്ങളുണ്ട്. ഒപ്പം വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായി തിരുവനന്തപുരത്തേക്ക് പോലും പോകാനുള്ള ഒരുക്കങ്ങൾ ഈ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നൊക്കെ ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് മേൽ അല്ലെങ്കിൽ വനം വകുപ്പിന് മേൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടാനുള്ള ഈ ആനയെ പിടികൂടാനുള്ള ഒരു ശ്രമം ഊർജിതമായി കൂടുതൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാട്ടാനയെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു അപകടകരമായ സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടോ? ഈ ഒരു ആന, അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ആന മാത്രമുള്ളോ അതോ കൂടുതൽ കാട്ടാനകൾ ഈ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അത് ഒരു ഈ വനപാലകരുടെ, വനംവകുപ്പിന്റെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഈ ഒരു ഈ ബേലൂർ മഗ്നയെ കണ്ടെത്താനുള്ള, പിടിക്കാനുള്ള നീക്കത്തിന് ഏതെങ്കിലും രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ. നമ്മൾ തീർച്ചയായും വയനാട്ടിലെ ആനകൾ, ഈ സാധാരണ ഈ കാടുകളിലൂടെ സ്വൈര്യവിഹാരം നടത്തുന്ന ആനകളും ബേലൂർ മഗ്നയും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ ഇതാണ്. കാരണം ഇവിടെ ജനങ്ങളെ കണ്ടാലോ അല്ലെങ്കിൽ മറ്റു ശബ്ദങ്ങൾ കേട്ടാലോ ആന ആക്രമിക്കാനായി വളരെ പെട്ടെന്ന് ചാടി വരികയില്ല. അവരുടെ മേൽ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ മാത്രമാണ് ആനകൾ വരുന്നത്. എനിക്ക് തൊട്ട് താഴെ തന്നെ ആ കൂട്ടത്തിൽ 3 ആനകളാണ് നിലവിലുള്ളത്. 2 വലിയ ആനകളും ഒരു കുട്ടിയാനയുമുണ്ട്. ആ വലിയ ആന ആദ്യം ആ കുളത്തിൽ കുളിക്കുകയായിരുന്നു. 2 അരമണിക്കൂറോളം ഞങ്ങൾ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. അതിനുശേഷം കുളി കഴിഞ്ഞ് ആ ആന കാട്ടിലേക്ക്, ആ താഴെ കാണുന്ന കാട്ടിലുണ്ട്. അവിടെ 3 ആനകൾ ഇപ്പോൾ തന്നെയുണ്ട്. പക്ഷേ ഈ റോഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നു. നമ്മളിവിടെ നിൽക്കുന്നു എങ്കിൽ പോലും ആനയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു പ്രകോപനം ഇതുവരെ ഉണ്ടാവുകയോ റോഡിലേക്ക് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. ജനവാസ കേന്ദ്രത്തിന് നടുവിൽ അല്ലെങ്കിൽ നിരവധി വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു സ്ഥലത്തിന് വശത്താണ് ഈ ആനത്താര
ഉള്ളത്. ഇതാണ് ഈ ആളുകൾ പറയുന്നത്. കാരണം നിരവധി ആനകളുണ്ട്. ആനകളുടെ ഒരു നാടാണ് വയനാട്. ഈ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. കുറുവാ ദ്വീപിലേക്ക് പോകുന്ന ഒരിടവുമാണ്. അതുകൊണ്ട് ആനകൾ അങ്ങനെ മനുഷ്യനെ കണ്ടാൽ പെട്ടെന്ന് കയറി ആക്രമിക്കുന്ന പ്രകൃതമല്ല. പക്ഷേ ഇത്തിരി ഒറ്റതിരിഞ്ഞു വരുന്ന ഒറ്റയാന്മാരാണ് പലപ്പോഴും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് വളരെ പ്രകടമാക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ആനകളും പ്രകോപകാരികളല്ല, കാണുന്ന ആനകളെ എല്ലാം മയക്കുടി വെച്ച് പിടികൂടേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കാൻ കാരണവും. അല്ലെങ്കിൽ ബേലൂർ മഗ്നയെ പോലുള്ള ഒരു ആനയാണെങ്കിൽ നമുക്കൊരു 1 കിലോമീറ്റർ അടുത്ത് പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കേവലം 100 മീറ്ററിൽ താഴെ ദൂരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ടോം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബേലൂർ മഗ്നയെ കണ്ടെത്താനുള്ള 5ാം ദിവസത്തെ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ബേലൂർ മഗ്നയെ, വയനാട്ടിലെ കർഷകനെ കൊലപ്പെടുത്തിയ ആനയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്.